ഇച്ചിരി കട്ടാവും, ലെഫ്റ്റ് കട്ടാവും. ചാൾസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥിരം യാത്രകളുണ്ടെങ്കിലും ബസ് യാത്ര ഇപ്പോൾ അങ്ങനെ തരപ്പെടാറില്ല. ഒന്ന് നെടുങ്കണ്ടം പോകേണ്ടി വന്നപ്പോൾ കോതമംഗലത്തെത്തി ഞാൻ ബസ്സിനായി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന അടിമാലി പൂപ്പാറ എന്ന ബോർഡിലൊരു ബസ് വന്നു. അവരോട് ചോദിച്ചപ്പോൾ നെടുങ്കണ്ടം വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതിൽ കയറി. ഈ ബസ് അടിമാലി പൂപ്പാറയാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഇത് കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. അടിമാലി മുതൽ മൂവാറ്റുപുഴ മുതൽ മുന്നോട്ട് കട്ടപ്പന ബോർഡ് വെച്ച് ഓടുമ്പോൾ നേര്യമംഗലം അടിമാലിയിൽ നിന്നൊക്കെ വേറെ കട്ടപ്പന റൂട്ടുകളുള്ളതുകൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഇതിൽ കയറുകയും മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അവർ അങ്ങനെ ഒരു ബോർഡാണ് ഉപയോഗിക്കുന്നത്. പൂപ്പാറ വരെ പൂപ്പാറ എന്ന ബോർഡ് വെക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇത് അടിമാലിയിൽ നിന്ന് ആനച്ചാൽ കുഞ്ചിത്തണ്ണി ഈ റൂട്ടിൽ കൂടെയാണ് പോകുന്നതെന്ന്. അതിനുശേഷം പൂപ്പാറയിലെത്തുമ്പോൾ അത് കട്ടപ്പന എന്ന ബോർഡ് മാറ്റി വയ്ക്കും. ഞാൻ ഏതായാലും ബസ്സിൽ കയറി. മുൻപിൽ തന്നെ സീറ്റ് കിട്ടിയതിന് കുറച്ച് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്ന് കാണുക. ഞാൻ ഒരുപാട് നാളുകൂടി ഒരു ബസ് യാത്ര ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ കിട്ടിയ ചില ദൃശ്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാണ്. ഇത് കാണുന്നവർ മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് പുറപ്പെട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു ബസ്സാണ്. ഞാനിതിൽ കോതമംഗലത്ത് നിന്നാണ് കയറി. എനിക്ക് തോന്നുന്നു ഏകദേശം ഉച്ച ഒരു 2 മണിയോട് കൂടിയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഇത് നേര്യമംഗലം ടൗൺ കടന്നു. നേര്യമംഗലം പാലമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിന് പോകാം, അല്ലെങ്കിൽ അടിമാലിയിൽ നിന്ന് തിരിഞ്ഞ് രാജക്കാട് രാജകുമാരി വഴി നെടുങ്കണ്ടം കട്ടപ്പന തേക്കടി എങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്ന ഒരു റോഡാണിത്. ഈ പാലത്തിൻ്റെ തുടക്കം എറണാകുളം ഡിസ്ട്രിക്റ്റിലും ഇത് തീരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പാലം കഴിഞ്ഞാൽ ഉടനെ ഇടുക്കി ഡിസ്ട്രിക്റ്റ് തുടങ്ങുമെന്നാണ് എൻ്റെ ഊഹം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി നമുക്ക് കുറച്ച് വനത്തിൽ കൂടെയുള്ള യാത്രയാണ്. അത്ര പ്രകൃതി ഭംഗിയെടുക്കാൻ ഈ ബസ്സിലിരുന്നുകൊണ്ട് നമ്മൾ സീനുകൾ പകർത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വീഡിയോയ്ക്കും അതിൻ്റേതായ കുറവുകളുണ്ടാവും. എങ്കിലും ഒന്ന് കാണുക. ഇന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് നമുക്ക് മൊത്തത്തിലൊരു ധാരണയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു തൊഴിൽ മേഖലയാണ് ടൂറിസം. ഈ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ഞാൻ കാണിക്കുന്നത് മാത്രമല്ല, അല്ലാതെ കണ്ടിട്ടുള്ളവരുണ്ട്, നേരിട്ട് കാണുന്നവരുണ്ട്. എങ്കിൽ പോലും ഇതൊന്ന് കണ്ടിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തൊഴിലില്ലെന്ന് പറഞ്ഞ് നാട് വിട്ടുപോയി പഠിക്കാൻ പോയി പുറത്ത് പോയി ഒന്നിനെയും നമ്മൾ കുറച്ച് കാണുന്നില്ല. അവിടെ റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഏതൊരു ജോലി നമുക്ക് ഒരു പ്രത്യേക സമയത്ത് ജോലി ചെയ്ത് പണം സമ്പാദിക്കാനൊക്കെ എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലത് തന്നെ. അതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നതിന് പകരം ഞാൻ ഇത്തരം അവിടെയോ പുറത്തോ അല്ലെങ്കിൽ ഇവിടെ തൊഴിൽ സാധ്യത ഇല്ലാത്ത ആൾക്കാരോട് ഞാനൊരു നിർദ്ദേശം വയ്ക്കുകയാണ്. ഈ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു തൊഴിലവസരമായി മാറ്റാവുന്നതാണ്. അതായത് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമുക്ക് കുടുംബശ്രീ, അതുപോലെ വേറെ ഏതോ ഒരു സംഘടന കൂടെ ഉണ്ട്, എനിക്കതിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. സംഘം ചേർന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇന്ന് മുതൽ മുടക്കാൻ കഴിയുന്നവർക്ക് ചിലപ്പോൾ നേരിട്ട് തൊഴിൽ ചെയ്യാൻ സാധ്യതയില്ല, അവരുടെ പണമുണ്ട്. അപ്പോൾ പണം മുടക്കാൻ സാധ്യതയില്ലാത്ത ജോലി ചെയ്യാൻ സാധ്യതയുള്ളൊരു 10 പേരെ ഈ കുടുംബശ്രീ മോഡലിലൊക്കെ ചേർത്തിട്ട് 10ഓ 15ഓ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള 4 പേര് കൂടി ചെയ്തുകൊണ്ട് ബാക്കി ഒരു 6 പേരെ 8 പേരെ 10 പേരെ അവരെ മറ്റ് ജോലികൾക്കായിട്ട് കൂടെ കൂട്ടിക്കൊണ്ട് ഓരോ യൂണിറ്റുകാർക്കും ഓരോ സ്ഥലത്തും എവിടെ എത്ര വേണമെങ്കിലും ചെയ്യാവുന്നൊരു പരിപാടിയാണ് ടൂറിസം. ഇത് ഇന്ന് ഞാൻ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ കൂടുതൽ കാണുന്നത് ഗുജറാത്ത് വണ്ടികളും ഗുജറാത്തികളെയൊക്കെയാണ്. അത് നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. എല്ലാ സംസ്ഥാനത്തും ധാരാളം പണക്കാരുണ്ട്, ഇങ്ങനെ ടൂർ ചെയ്യേണ്ടവരുണ്ട്. അത് UP-യിലുണ്ടാവാം, ബീഹാറിലുണ്ടാവാം, ജാർഖണ്ഡിലുണ്ടാവാം. പ്രത്യേകിച്ച് രാജസ്ഥാനിലാണെങ്കിൽ രാജസ്ഥാനിയിൽ എല്ലാവരും ബിസിനസ്സുകാരാണ്. രാജസ്ഥാൻ ഒരു പാവപ്പെട്ട സ്ഥലമാണെന്ന് നമുക്കവിടെ പോയാൽ തോന്നുമെങ്കിലും അവിടുത്തുള്ള മാർവാടികളൊക്കെയാണ് നമ്മുടെ എല്ലാ പ്രധാന നഗരങ്ങളിലും, സൂറത്തിലായാലും അഹമ്മദാബാദിലായാലും വാരണാസിയിലായാലും
ബോംബെയിലായാലും ഈവൻ നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലും എല്ലാം അവരാണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. അവരിലൊക്കെ ധാരാളം പൈസ മുടക്കി യാത്ര ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കേരളത്തിൻ്റെ ഭംഗി നമുക്ക് ഇന്ന് നമ്മൾ പഴയ പോലെ പോസ്റ്റർ അടിച്ച് അവിടെ മാർക്കറ്റിങ്ങിന് പോകേണ്ട കാര്യമില്ല. ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കി ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതിനു വേണ്ടി ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ടുള്ളവർക്കറിയാം ട്രാഫിക്കിനെ കുറിച്ചാണ്. ഇതിലും നമുക്ക് ട്രാഫിക്കിനെ കുറിച്ച് പ്രതിപാദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കടന്നു പോകുന്ന ടിപ്പറിനെ മറികടക്കാൻ ഈ കാറ് വളരെ ബുദ്ധിമുട്ടുകയും ടിപ്പർ ഒരു പ്രാവശ്യം സ്പീഡ് കുറച്ചപ്പോൾ നിന്ന് പോകുന്ന രംഗങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയുടെ നീളം കൂടുന്നത് കൊണ്ട് അത് ചേർത്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നതും ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയം കൂടെ ആണ്. ഞാനതിനെൻ്റെ മറ്റ് വീഡിയോകളിൽ പ്രതിപാദിക്കാറുണ്ട്, അതിൽ പ്രതിപാദിക്കുന്നില്ല എങ്കിലും. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഞാൻ KSRTCയുടെ ഒരു ആരാധകനാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിൽ ST സീസൺ ടിക്കറ്റിൽ പോകാവുന്ന കാലത്തും KSRTCയുടെ ഓഫീസിൽ പോയി മുൻകൂർ പണമടച്ച് അതിൻ്റെ കാർഡ് ഉപയോഗിച്ച് കോളേജിൽ പോയ ആളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയിലാകുമ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കാം, അപ്പോൾ ഡ്രൈവിങ് കാണാൻ പറ്റും. അന്ന് മുതൽ ഡ്രൈവിങ് ഒരു ക്രേസുള്ള ആളായിരുന്നു ഞാൻ. അതിന് ആയിട്ട് മാത്രം പ്രൈവറ്റിൽ യാത്ര ചെയ്യാതെ KSRTCയുടെ ഡിസ്കൗണ്ട് കാർഡ്, സീസൺ ടിക്കറ്റ് ഉപയോഗിച്ചാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു വലിയ താല്പര്യമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റി. നമ്മുടെ നാട്ടിലും വിദേശത്തുമായി ഞാൻ ഓടിച്ച കിലോമീറ്ററുകൾ വളരെ അധികമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ ആകാംക്ഷ വണ്ടി ഓടിക്കുന്നതിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിലോ അത് തീർന്നിട്ടുമില്ല. ഞാൻ ഈ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ശ്രദ്ധിച്ചത് ഈ ഡ്രൈവർ വളരെ സമന്വയത്തോടു കൂടി നന്നായിട്ടാണ് വാഹനം ഓടിക്കുന്നത്. പല KSRTC ബസ്സിലും കയറുമ്പോൾ എനിക്കിപ്പോഴും ഡ്രൈവിംഗ് കാണാവുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ സീറ്റിലേ ഞാൻ സാധാരണഗതിയിൽ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഡോറിൻ്റെ തൊട്ട് പുറകിൽ, ഫ്രണ്ട് ഡോറിൻ്റെ തൊട്ട് പുറകിലെ സീറ്റിലെങ്കിലും ഞാൻ ഇരിക്കുകയുള്ളൂ. കാരണം ഡ്രൈവിംഗ് നമുക്ക് കാണണം. അപ്പം ഇത്ര എക്സ്പേർട്ടാണെങ്കിലും ചില ഡ്രൈവർമാരുടെ ചില പദ്ധതികൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ നമുക്ക് കാണുന്നു എന്നുള്ളതല്ല, നമ്മൾ അവരോട് പ്രതികരിക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ വണ്ടിയെ കയറിയപ്പോൾ മുതൽ ശ്രദ്ധിച്ചു, മുന്നോട്ടും ഈ വാഹനം പോകുമ്പോൾ ശ്രദ്ധിക്കുക. വളരെ എനിക്ക് ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്തൊരു വലിയ കുഴപ്പം പോലും ഇല്ലാതെ വണ്ടി വളരെ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ആദ്യം ഞാൻ യൂട്യൂബിൽ ഇടാനാണ് എടുക്കുന്നതെന്നൊന്നും പറഞ്ഞില്ല. വണ്ടി ഏകദേശം പൂപ്പാറയിൽ നിർത്തി ഈ വണ്ടിയുടെ ബോർഡ് മാറ്റാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അതുവരെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പോലും. അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ ഇടാനുള്ള ഉദ്ദേശത്തിലാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. കണ്ടക്ടറോട് ഞാൻ പറഞ്ഞിരുന്നില്ല. കണ്ടക്ടറോട് ജസ്റ്റ് ആദ്യം ഫ്രണ്ടിലെ സീറ്റൊന്ന് ഒഴിവാക്കി തരാമോ, എനിക്കൊരു വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞെങ്കിലും അത് യൂട്യൂബിൽ ഇടാനെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതി സൗന്ദര്യം എല്ലാവരെയും ഒന്ന് കാണിക്കുക. ഇത് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം ഒഴുക്ക് കുറഞ്ഞു. മഴക്കാലത്ത് ഭയങ്കര വെള്ളച്ചാട്ടമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് ഇരുമ്പ് പാലം, അത് കഴിഞ്ഞാൽ പിന്നെ അടിമാലി ബസ് സ്റ്റാൻഡിൽ ഒരു 10 മിനിറ്റോളം അവർ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ മൂന്നാർ റൂട്ടിൽ കൂടെ കുറച്ച് വന്നിട്ട് ഇരുട്ടുകാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂന്നാർ റോഡിൽ കൂടെ പോയിട്ട് ഇരുട്ടുകാനത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നു. കുറച്ചിടുങ്ങിയ റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആനച്ചാൽ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് പോയാൽ മൂന്നാറിലേക്ക് തന്നെ പോകും റോഡ്. വലത്തോട്ട് തിരിഞ്ഞാൽ കുഞ്ചിത്തണ്ണി, രാജക്കാട്, പിന്നീട് രാജകുമാരി, നെടുങ്കണ്ടം, കട്ടപ്പന, അങ്ങനെയാണ് ഈ ബസ് പോകുന്നത്.
ഇത് അടിമാലി ബസ് സ്റ്റാൻഡാണ്. നമുക്ക് കുറച്ച് കാലാവസ്ഥ മോശമുള്ളതിന് അതിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. മഴ മൂടി നിൽക്കുകയാണ്, മഴമേഘങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഞാൻ വന്ന ബസ്സാണ്, മൂവാറ്റുപുഴ ഡിപ്പോയിലെ മൂവാറ്റുപുഴ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വണ്ടി RSK 963. ഈ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ടിൽ മൂവാറ്റുപുഴ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എഴുതിയിട്ടുണ്ട്. ഇത് ഒരു കാലത്ത് ഏതോ ഭരണാധികാരി എടുത്തു കളഞ്ഞിരുന്നു. KSRTC ഇത്രയധികം സ്നേഹിക്കുന്ന ഞാൻ, അതിലുള്ള ജീവനക്കാർ വിഷമിച്ചതിലേറെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ എതിരെ ഞാൻ വാഹനം ഓടിച്ച് പോകുമ്പോൾ എൻ്റെ എതിരെ വരുന്ന വണ്ടി, എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടി, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും KSRTC ഉണ്ടാകും, ഞാൻ ആദ്യം നോക്കുന്നത് ഇത് ഏത് ഡിപ്പോയിലെ വണ്ടിയാണെന്നാണ്. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോകുന്ന വണ്ടിയാണെങ്കിൽ അത് തിരുവനന്തപുരം ഡിപ്പോയാണോ, നിലമ്പൂർ ഡിപ്പോയാണോ, അതോ ഇനി പെരിന്തൽമണ്ണ ഡിപ്പോയിലെ വണ്ടിയാണോ, ഇങ്ങനെയൊക്കെ നമുക്കൊരു ആകാംക്ഷയുള്ള എനിക്കത് വളരെ ദുഃഖകരമായിരുന്നു. ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി, KSRTCയുടെ മന്ത്രി ഗണേഷ് കുമാറിന് ഞാൻ പ്രത്യേക ഒരു നന്ദി അർപ്പിക്കുന്നു. ഈ വാഹനങ്ങളിലെല്ലാം, KSRTCയിലെ എല്ലാ വാഹനങ്ങളും ഡിപ്പോയുടെ പേര് എഴുതിയത്, അത് മുൻപത്തെ 3 അക്ഷരം 4 അക്ഷരം നമുക്ക് കറക്റ്റ് ഡിപ്പോ മനസ്സിലാകുമായിരുന്നു. ഇപ്പം കറക്റ്റ് അറിയാവുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. എങ്കിലും അത് പുനഃസ്ഥാപിച്ചതിൽ മന്ത്രിക്ക് ഞാൻ നന്ദി പറയുന്നു. ബസ് അടിമാലിയിൽ നിന്നും വിട്ട് ഇരുട്ടുകാനത്ത് നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ ഏകദേശം ആനച്ചാൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ആനച്ചാലിൽ നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ വാഹനം മൂന്നാറിന് പോകും. അതല്ലെങ്കിൽ നമുക്ക് കുഞ്ചിത്തണ്ണിയിലേക്ക് ഇറങ്ങുന്ന ഇറക്കമാണ്. ആനച്ചാലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിൽ കണ്ടൊരു ദൃശ്യമാണ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നത്. ഈ വാഹനം ഇപ്പോൾ ആനച്ചാൽ ജംഗ്ഷനിലെത്തും. അവിടെ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ താഴെ നിന്നൊരു ബസ് കയറി വരും എന്നുള്ള ഊഹമില്ലാതെയാണ് നമ്മുടെ ഈ ബസ്സിൻ്റെ ഡ്രൈവറോട് വാഹനം നിർത്തുന്നത്. പക്ഷേ മറ്റൊരു വാഹനം പെട്ടെന്ന് കയറി വരുന്നു. അപ്പോൾ നമ്മുടെ വാഹനത്തിന് പിന്നിലും മറ്റു കാറുകളും മറ്റും വന്ന് റോഡ് ബ്ലോക്കായതുകൊണ്ട് ചെറിയൊരു തടസ്സം നേരിട്ടു. എങ്കിലും വളരെ സമന്വയമായ കാര്യങ്ങളെ അവിടെ പരിഹരിക്കുന്ന രംഗം നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ആ ബസ് കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ബസ് നിർത്തിയായിരുന്നു. പക്ഷേ ബസ് കയറി വന്നപ്പോൾ കടന്നു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഡ്രൈവർ വളരെ ശാന്തതയോടുകൂടി നിൽക്കൂ, ഞാൻ റിവേഴ്സ് എടുത്തു തരാമെന്ന് പറയുകയാണ്. റിവേഴ്സ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ബസ് ചെറിയൊരു പണിമുടക്ക് നടത്തി. എങ്കിലും അതിനെ പരിഹരിച്ച് അപ്പോൾ തന്നെ സൈഡ് എടുത്തു കൊടുത്ത് വണ്ടി പോയി. ആനച്ചാലിലെത്തുമ്പോൾ ബസ് ആളെ ഇറക്കാനായി നിർത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു കയറ്റമാണ്. ഈ ആനച്ചാലിൽ നിന്ന് കുഞ്ചിത്തണ്ണിയിലേക്ക് പോകാനായിട്ട് ആനച്ചാൽ ടൗൺ വിട്ടാൽ പിന്നീടുള്ളത് വളരെ വലിയൊരിറക്കമാണ്. ബസ്സൊക്കെ സാധാരണഗതിയിൽ ഹൈ ഗിയറിലാണ്. നമ്മൾ കാറാണെങ്കിൽ പോലും ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങുന്നതാണ് സുരക്ഷിതത്വം. അത്ര വലിയ ഇറക്കമാണ്. അവിടെ എതിരെ ഒരു ഓർഡിനറി ബസ് വരുന്നു. അത് ഈ ബസ് നിന്ന് ഇറങ്ങിപ്പോകാൻ പാകത്തിന് നിർത്തിയതിന് ശേഷമാണ് ആ ബസ് കാണുന്നത്. അപ്പോൾ ആ ബസ് കയറി വരുമ്പോൾ തന്നെ ഇദ്ദേഹം കൈകൊണ്ട് നിർത്തും, ഞാൻ സൈഡ് തരാമെന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. ആ ഭാഗത്ത് എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വണ്ടിയുടെ ശബ്ദങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയുകയാണ്. പിന്നീട് അവിടുന്ന് വാഹനം റിവേഴ്സ് എടുത്ത് മാറ്റി കൊടുത്ത് അവിടെ കൃത്യസമയത്തൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നെങ്കിലും അതും വളരെ തന്മയത്വത്തോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. അതിനുശേഷം ഇറങ്ങിപ്പോകേണ്ട സ്ഥലത്ത് ഈ വാഹനം എത്ര ഒതുക്കി ഇറങ്ങി പോവുകയായിരുന്നെങ്കിലും നിങ്ങൾക്ക് താഴെ ഫ്രണ്ടിൽ കാണാൻ പറ്റും നിരനിരയായി വാഹനങ്ങൾ നിൽക്കുന്നത്. അതിലൊരു ഗുഡ്സ് പെർമിറ്റുള്ള ഒരു വണ്ടി കയറിപ്പോയി. പക്ഷേ പിന്നീട് നിൽക്കുന്ന ഒരു പ്രൈവറ്റ് കാറിന് അവിടെ നിർത്തിയെടുക്കാൻ പറ്റുന്നില്ല, ക്ലച്ച് നിർത്തിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഡ്രൈവിങ്ങിലെ ഹില്ല്, അതല്ലെങ്കിൽ നമ്മൾ ഈ കയറ്റത്തെ നിർത്തിയെടുക്കാൻ പഠിപ്പിക്കുക, പാർക്കിംഗ് എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്നുള്ള ഒരു സീനാണ് നമ്മളവിടെ കാണുന്നത്. ആ നിന്ന വാഹനം, ഇവരൊക്കെ ഹൈവേ റോഡിലും മറ്റ് ചെറിയ ഇടവഴികളിലും പോകുന്നത് കണ്ടാൽ വലിയ കാർ റേസിന് പോകാൻ മാത്രം യോഗ്യരാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടെ ക്ലച്ചെ നിർത്തി വണ്ടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് വിഷമിക്കുന്നതും, അത് എടുക്കുമ്പോൾ ക്ലച്ച് വിട്ട് വീല് കറങ്ങി ഭയങ്കര ശബ്ദത്തോടു കൂടി വണ്ടി കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലും ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ആദ്യം ഹില്ല് കയറ്റത്തിൽ നിർത്തി ക്ലച്ച് വണ്ടി എങ്ങനെ നിർത്തിയെടുക്കാമെന്നുള്ളതും എങ്ങനെ പാർക്ക് ചെയ്യാമെന്നുള്ളതും വളരെ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്തും എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്ത് കൊടുക്കാനോ കയറ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. ഈ രംഗത്ത് നോക്കുക, ഈ ഗുഡ്സ് വണ്ടി കയറിപ്പോയി കഴിയുമ്പോൾ തൊട്ട് താഴെ നിൽക്കുന്ന കാറിൻ്റെ ഡ്രൈവർക്ക് അത്
യഥാസമയം പിക്കപ്പ് ചെയ്ത് കയറി പോകാൻ പറ്റുന്നില്ല. എക്സ്പീരിയൻസിൽ കുറവാണ്. ഇത്തരം റോഡുകളിൽ ഓടിച്ച് പരിചയം ആയാൽ മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ആ വണ്ടി യഥാർത്ഥത്തിൽ മുന്നോട്ട് കയറി വന്ന് സൈഡ് കൊടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഒരു പ്രാവശ്യം കാല് ഇളകിപ്പോയി വണ്ടി പിന്നോട്ട് പോയി. അതിന് ശേഷം ശ്രദ്ധിച്ചുകൊള്ളുക. ആ വാഹനം അത്ര സമയം അവിടെ നിർത്തി കൊടുത്തിട്ടും അദ്ദേഹത്തിന് അവിടെ നിന്ന് അത് മൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ട്. പിന്നീട് മൂവ് ചെയ്തപ്പോൾ സംഭവിച്ച ശബ്ദം നിങ്ങൾ കേട്ട് കാണും. വളരെ ഇടുങ്ങിയ വഴിയാണ്. 2 ബസ്സുകൾ കടന്നു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള റൂട്ടാണ്. ഇതിൽ യാത്ര പോകാൻ, കാർ ഓടിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് പോയി ഈ പ്രദേശങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. കൂടാതെ ഇപ്പോൾ ചില യൂട്യൂബ് ചാനലിലൊക്കെ കാണാം ക്ലച്ച് എങ്ങനെ വിടണം. വണ്ടി ഓടിച്ച് പഠിച്ച് വർഷങ്ങളായവരാണ് 2-3 ലക്ഷം പേര് കണ്ട വീഡിയോ കാണാറുണ്ട്. അതായത് വർഷങ്ങളോളം വണ്ടി ഓടിച്ചിട്ടും ക്ലച്ച് എങ്ങനെ വിടണം, എങ്ങനെ വണ്ടി ബ്രേക്ക് വിടണം, എങ്ങനെ വണ്ടി തട്ടാതെ ഓടിക്കാം എന്നൊക്കെ ഇത്ര ലക്ഷം പേര് കാണണമെങ്കിൽ ഇവരൊക്കെ എന്ത് ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു കൊടും വളവാണ്. ഒറ്റ തിരിക്കലിന് വണ്ടി അവിടെ തിരിയാത്തതുകൊണ്ട് നിർത്തി റിവേഴ്സ് എടുക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു 2-3 അടിയെങ്കിലും അല്ലെങ്കിൽ ഒരു 2-3 മീറ്ററെങ്കിലും എടുത്താൽ ഒരാൾക്ക് അവിടെ വണ്ടി തിരിക്കാനുള്ളൂ. അദ്ദേഹം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി വണ്ടി സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്, പിന്നോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ദൂരം കൊണ്ട് അവിടെ ഓടിച്ചെടുത്തു എന്നുള്ളത് പ്രശംസനീയമായൊരു കാര്യമാണ്. ഇനി ഏകദേശം കുറച്ച് രാജാക്കാട് എത്തുന്നത് വരെ വഴി വളരെ മോശമാണ്. എങ്കിലും വളരെ നല്ല പ്രകൃതി ദൃശ്യങ്ങളുള്ള സ്ഥലമാണ്.
വണ്ടി പൂപ്പാറ കഴിഞ്ഞു. KSRTCയുടെ ഒരു ഉല്ലാസയാത്ര വന്ന ബസ്സാണ് നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യത്തിൽ കാണുന്നത്. അത് വാഹനം കേടായതൊന്നുമല്ല, ആൾക്കാർ അവിടെ ഇറങ്ങി നിന്ന് തേയിലത്തോട്ടവും മറ്റും കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ്. ഇതൊക്കെ പകർത്തി അയച്ച് നമുക്ക് അറബികളെയോ രാജസ്ഥാനികളെയോ മാർവാടികളെയോ ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്നാൽ മറ്റ് യാതൊരു വക പൊല്യൂഷനോ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ട ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ടൂറിസത്തിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പണമുണ്ടാക്കാവുന്നതാണ്. അന്യനാട്ടിൽ പോയി മറ്റു കൂലിവേലയ്ക്ക് നിൽക്കാതെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിലേക്കൊരു പ്രചോദനമാകട്ടെ എന്നുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി കേരളത്തിൻ്റെ കൂടുതൽ പ്രകൃതി ദൃശ്യങ്ങൾ ഉള്ള വീഡിയോകൾ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നു. സമയം നല്ലതുപോലെ ഇരുട്ടി നമ്മുടെ ദൃശ്യങ്ങളൊക്കെ മങ്ങി തുടങ്ങിയതിനാൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. യാത്ര വീണ്ടും തുടരുന്നുണ്ട്. എനിക്ക് നെടുങ്കണ്ടത്താണ് ഇറങ്ങേണ്ടത്. ബസ് കട്ടപ്പനയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.